ഗൈസ് അങ്ങനെ ഈ ഒരു ക്യാമ്പ് ഫയറോടെ വി ആർ എൻഡിങ് ദിസ് വ്ളോഗ്. നമ്മൾ ആദ്യത്തെ ദിവസം. ഹലോ ഗൈസ്, ഞാൻ സുബാൻ. അപ്പോൾ നിങ്ങൾ ഈ തമ്മിൽ കണ്ടപോലെ ഞാനും എൻ്റെ ബോയ്സും നമ്മളെല്ലാവരും കൂടെ വാഗമൺ പോവുകയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വാഗമൺ പോകാൻ പോകുന്നത്. ഇതിന് മുമ്പോ ഞാൻ ഒന്നും പോയിട്ടില്ല വാഗമൺ. സോ ഇത് ആദ്യമായിട്ടാണ് വാഗമൺ പോകുന്നത്. അതും കുറച്ചും കൂടെ എക്സൈറ്റഡ് ആവുന്ന എൻ്റെ ബോയ്സ്, എൻ്റെ ഗ്യാങ്, അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മാക്സിമം ഞാൻ 2 പാർട്ടാക്കി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനി അങ്ങോട്ട് സ്ട്രിക്ട്ലി നമ്മുടെ വ്ളോഗ്സൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ബിക്കോസ് ഐ ഹാവ് ബീൻ സോ ലേസി എന്ന് പറയാൻ പറ്റില്ല. ഐ വാസ് വെരി ഡൗൺ. അപ്പോൾ നമുക്കിനി അതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തുടങ്ങിയത് നമ്മൾ നേരെ കഴക്കൂട്ടത്തു നിന്നായിരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് ഞാനും ജിജിനും അഖിലും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ ഓട്ടോയൊക്കെ കയറി നമ്മൾ നേരെ എത്തിയത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി ഒരു ചെറുതായിട്ടൊന്ന് മയങ്ങിയൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് തിരുവല്ലയായിരുന്നു. തിരുവല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശ്രീൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ശ്രീൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഇജാസിനെയും അക്ഷയനും നമ്മൾ ആ ട്രെയിനിൽ തന്നെ അവരുണ്ടായിരുന്നു. അവർ വേറെ ബോഗിയിലായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഷാനുവിൻ്റെ കാറിൽ കയറിയാണ് നമ്മളിവിടെ എത്തിയത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി മൂവ്മെൻറ്റ് ചെയ്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് വാഗമണിലേക്കാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വാഗമണിനെ കാട്ടിൽ എന്തെങ്കിലും അകത്ത് ഫുഡ് വല്ലതും കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പോൾ നേരെ ബാക്കി പരിപാടി തുടങ്ങാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഫ്രെയിമിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ തന്നെ ചെറുതായിട്ടൊരു ചെറിയ കോഫിയും അതുപോലെ ബ്രെഡും ജാമും മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളിനി പോകുന്ന വഴിക്ക് എങ്ങാനും നല്ല ഫുഡ് എങ്ങാനും കഴിച്ചിട്ട് വാഗമൺ കയറുന്നതായിരിക്കും നല്ലത്. സോ മോസ്റ്റ്ലി നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഉണ്ടോ എല്ലാവരും കാറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ താഴ്ന്ന കാറെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, മൈക്ക് വെച്ചില്ല അല്ലേ, കുഴപ്പമില്ല, സൗണ്ട് ഞാൻ സെറ്റ് ആയിക്കോളാം. അപ്പോൾ നമുക്കിനി നേരെ കാറിലേക്ക് കയറി പോകുന്നെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ഇനി കാറിലേക്ക് കയറി. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വാഗമണിലോട്ടാണ്. അപ്പോൾ നമ്മുടെ കാറിൽ ശ്രീ ഉണ്ട്, അതുപോലെ ജിജിനുണ്ട്, പിന്നെ നേരെ നമുക്ക് അഖിലും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് 2 വണ്ടിയൊക്കെ ആയിട്ടാണ് പോകുന്നുണ്ടോ. ഇതിൽ ഷാനു കോളിലാണ്. ഷാനു ഇതിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരെ വാഗമൺ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ കാരണം ഫുഡ് കഴിക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്തില്ല. വിശപ്പുണ്ട്. നമ്മൾ ബ്രെഡും ഞാൻ പറഞ്ഞ പോലെ കോഫി മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഫുഡും കഴിക്കണം ഗൈസ്. നോക്കട്ടെ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ. ഹലോ ഗൈസ്, ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ഇത് ഏത് സ്ഥലമെന്ന് അറിയാം. നമ്മളെല്ലാവരും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നൈറ്റ് ഷിഫ്റ്റ് കാരണം. ഈവൻ ഒരു സാറ്റർഡേ ആണെങ്കിലും ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടെ ഏതോ ഒരു കട കണ്ടിട്ട് നമ്മൾ വന്നതാണ്. കോഴിക്കോട് ഫാമിലി റെസ്റ്റോറൻറ്റ് അതാണെന്ന് തോന്നുന്നു കടയുടെ പേര്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വരാം ഗൈസ്. കടയുടെ മുകളിൽ നമുക്ക് തന്നെ ആരും ഇല്ലാത്ത സ്ഥലം കിട്ടി. ആക്ച്വലി ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും വലിയ ചെയറുള്ള തടിക്കടയായിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ കോമഡി അല്ല, അഖിലും പറഞ്ഞ കോമഡിയാണ്. പക്ഷേ നമുക്കത് ഇവിടെ എല്ലാവർക്കും നമുക്ക് മാത്രം ഇരിക്കാനുള്ള ചെറിയൊരു സീറ്റ്. ആക്ച്വലി മറ്റേ എന്താ പറയുക, വലിയ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഒന്നുമല്ല, ഒരു കോഴിക്കോട് അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ബിരിയാണിയാണ്. ഇവിടെ ചോറ് പറഞ്ഞിട്ടുണ്ട്. അഖിലും ചോറാണ്. എൻ്റെ ഏകദേശം കുറേ ഒരു ചോറ്. ഞാൻ ഓപ്പോസിറ്റ് മാക്സിയും ഷാനു വെച്ച് ബാക്കി എല്ലാവരും ചോറ്. എനിക്ക് പിന്നെ ചോറ് കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു അതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബിരിയാണിക്ക് 150 രൂപയ്ക്ക് 2 പീസും പിന്നെ ഒരു മുട്ടയും ഉണ്ട് എന്നാണ് ഇവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്കിത് കറക്റ്റായിട്ട് കഴിക്കാം. നമുക്ക് മുട്ട മാറ്റി വെച്ച പീസ് എടുക്കുക. 1 പീസാണ് ഗൈസ്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതും നല്ല ചൂട് കേട്ടോ. കൈ നന്നായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. നല്ല ചൂട് പീസാണ്. അത് ഒരു പപ്പടത്തിൻ്റെ പീസ് എടുക്കുക. നമുക്ക് ഇവിടെ കുറച്ച് സാലഡുണ്ട്, അതും എടുക്കുക. എല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു പിടിയെ അങ്ങ് പിടിക്കുക. കഴിച്ചോളാം. കുറ്റം പറയില്ല ഗൈസ്, കൊള്ളാം. നോർമൽ ബിരിയാണി, അല്ലാതെ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നുമല്ല. ഗുഡ്, നല്ല ബിരിയാണി. ഫുഡ് കഴിച്ചു തരാം ഗൈസ്. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമല്ല, അവരിത് ഇവിടെ വെയിറ്റിംഗ് ആണ്.
ഇനി നമുക്ക് കുറച്ച് ആൾക്കാരോട് ഇവിടെ നിന്ന് വരാനുണ്ട്. അവർ കൈ കഴുകുകയും അങ്ങനെയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഫുഡ് വാസ് ഗുഡ്. ഞാൻ ബിരിയാണി മേടിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടും നല്ല വലിയ പീസ് തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. അതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക, അങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. അവർക്ക് പിന്നെ ചോറും അങ്ങനെ മേടിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണി ആയിരുന്നു. ഇനി നമുക്കിനി ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ എന്തോ ആണ് നമുക്കിനി വാഗമണിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനി വാഗമൺ നമുക്ക് പോകണം. അപ്പോൾ ഇനി നേരെ നമ്മൾ വാഗമണോട്ട് എന്നെ കുറിച്ച് എന്തൊക്കെ പറയണം ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ വാഗമൺ 25 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഗമൺ പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം വാഗമണിൻ്റെ മണ്ണിലെത്തിയേക്കുവാണ്. ഇതിലേതാണ് നമ്മൾ താമസിക്കുമ്പോൾ എനിക്കറിയില്ല. അതായത് അവിടെ സ്ത്രീയെക്കകത്ത് നിന്ന് എന്തൊക്കെയോ പറയുന്നേ ഉള്ളൂ. എനിക്കിതിൽ ഏതാണെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ പയ്യന്മാരുണ്ട്. പിന്നെ ഇവിടെ ഏതൊക്കെയോ ഒരു ചെറിയ ഹട്ടുണ്ട്. ഇതിലേതോ ഒരു ഹട്ട് പരിപാടിയാണ്. എനിക്ക് ഏതാ എന്താ ഒന്നും അറിയില്ല. ഇവർ വിളിച്ചു, വന്നു, നോക്കി, പൈസ കൊടുത്തു. അമ്മാതിരി നമ്മൾ പെട്ടെന്നാണ് നമ്മൾ പ്ലാനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളങ്ങനെ ആലോചിക്കാറില്ല. അപ്പോൾ ഇതിലേതാണ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. എന്തായാലും നമ്മൾ വയനാട് എത്തി. അപ്പോൾ നമുക്ക് നേരെ ബാക്കി വ്ളോഗിലേക്ക് പോവാം ഗൈസ്. ഇതിലേതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ചെറിയ ഹട്ടാന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ വാവ് വന്നുകൊണ്ടിരിക്കുന്നു. നോക്കാം ഏതാ എങ്ങനെ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. എനിക്കൊന്ന് അത് വളരെ ചെറുതാണ്. അതെന്തായാലും 9 വരെ അക്കമ്പനി ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കണ്ടോ ചെറുത്. പക്ഷേ അത് കണ്ടോ കുറച്ചും കൂടി വലുതാണ്. നോക്കാം ഏതാണ്. നമ്മൾ ഉദ്ദേശിച്ചതേ അല്ല അല്ലോ. ഇത് ഏതൊരു സെമി സർക്കിളിനുണ്ടായതാണെന്ന് തോന്നുന്നു. ഒരു സർക്കിൾ സാധനം. ഇതെങ്ങനെ ഇവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നോക്കി കണ്ടോ. ഇതൊക്കെ എങ്ങനെയാണോ എന്താ ഇവിടെ മരമുണ്ട് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ വലുതിൽ കയറാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇതാണ് നമ്മുടെ സ്ഥലം. പക്ഷെ ഭയങ്കര ചെറുതാണോ എന്നൊരു സംശയമില്ലാതില്ല. ചെറുതാണോ? ഇച്ചിരി ചെറുതാണെന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്തായാലും നോക്കട്ടെ. ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. നമ്മൾ പെട്ടെന്നൊരു സാധനം വെച്ചിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഇനി നമ്മളൊന്നും ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഗൈസ്. എനിക്കത് ലിറ്ററലി 2 മണിക്കൂറിൻ്റെ ഉറക്കത്തിന് ശേഷമാണ് ഞാൻ എഴുതിയേക്കത്. ഞാനും അഖിലും വാഹം മാത്രമേ കിടന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും രാത്രി കുറച്ചെങ്കിലും കിടന്നു. എനിക്ക് രാത്രി ഒന്നും ഉറക്കമേ വന്നില്ല. പക്ഷേ അവസാനം ഒരു 2 മണിക്കൂർ തികച്ച് 2 മണിക്കൂർ ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇതൊരു ചായ ഉണ്ട്. അതുപോലെ ഇതെന്ത് സാധനമെന്ന് എനിക്കറിയില്ല. എന്തായാലും വാഴക്കപ്പം എല്ലാം തോന്നുന്നു. ഇതെന്താണെന്നറിയോ? ഇത് വാഴക്കപ്പോ ആണോ? വാഴക്കപ്പം തന്നെയാണ് കഴിച്ചു നോക്കട്ടെ. ഇനി എന്തൊക്കെയാ പരിപാടി ഒന്നും അറിയില്ല. ഒന്നാമതെ ഇതിലിപ്പോൾ എഴുന്നേറ്റ് എനിക്കൊന്നും ഓർമ്മ പോലുമില്ല. ലിറ്ററലി മറ്റേ ബ്ലാങ്ക് ഔട്ട് ആയിട്ടായിരിക്കണം. എഴുതിയിട്ട് ഇതേന്ന് ചായ കുടിക്കുന്നത് ഇറങ്ങി അവിടെ താഴോട്ട് വന്നു. താഴോട്ട് വരുന്ന പോലും എടുക്കണമെന്നുള്ളൊരു മൈൻഡ് പോലും എനിക്ക് പോയില്ല. ഇവിടെ എത്തിയപ്പോൾ ആലോചിച്ചു അയ്യോ എന്തോ മിസ്സിങ് ആണല്ലോ. അപ്പോഴേ മനസ്സിലായി അയ്യോ വ്ളോഗ് എടുക്കാൻ മറന്നുപോയില്ലോ. അപ്പോൾ ഗൈസ് ഇനി ഇത് വേണ്ട എന്താ പരിപാടി നോക്കട്ടെ. നിങ്ങൾ ഞാൻ വ്ളോഗ് എടുക്കത്തില്ല കേട്ടോ. നമുക്ക് കുറച്ച് എനർജി ആയിട്ട് നിൽക്കണം. ഇത്ര നേരം ഒന്ന് കിറുക്കം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെറ്റാക്കും. ഓക്കേ ഗൈസ്. അവസാനം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ചായ നമ്മളിത് ആ ഒരു ഷെഡ് പോലത്തൊരു സാധനം നട്ടോ കുടിച്ച് ഇത് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുടിച്ചിട്ട് നമ്മളത് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് കാണിച്ചു തരണ്ടേ. ദിസ് ഈസ് വെരി അടിപൊളി സ്ഥലം. കാണിച്ചു തരാം ഗൈസ്. നമ്മളിത് 1 ടച്ച് കളിക്കാൻ വന്നേക്കാണ്. ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല. കാരണം ക്രിക്കറ്റ് കളിച്ചത് ആ കാണുന്ന വണ്ടിയുടെയൊക്കെ ഗ്ലാസിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിവിടെ 1 ടച്ച് കളിക്കുകയാണ്. അപ്പോൾ 1 ടച്ച് കളിക്കട്ടെ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇനി അത് കുറച്ച് കളിക്കാം. ഓക്കെ ഗൈസ്. ഇതാണ് നമ്മുടെ 1 ടച്ച്. ഓ ഷോട്ട്. ഹലോ, നമുക്ക് അഖിലാണ് ബാറ്റ് ചെയ്യുന്നത് നമ്മുടെ ടീമിൽ. ഇത് 1 ടച്ച് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ടച്ച് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ പിടിക്കുക. അത് പണ്ടത്തെ എല്ലാവരും കളിക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഞാൻ, അഖിൽ, ഷാനു, പിന്നെ ശ്രീങ്ങാണ്. നമ്മൾ 4 പേരാണ് ടീം. അവർ 5 പേരുണ്ട്. അങ്ങനെ കാണിച്ചു തരാം. അത് കണ്ടോ ഔട്ടായി. അത് സിംഗിൾ പിച്ച് ചെയ്ത് ഔട്ടായി. കണ്ടോ അഖിൽ പോകുന്നു, അടുത്ത ആൾ വരുന്നു. ഇങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. പൊളിയല്ലേ? അപ്പോൾ ഇനി കുറച്ച് നേരം ഇതായിരിക്കും ഒരു ഹാഫ് ആൻ അവറോ 1 അവറൊക്കെ ഇത് കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻസ് ചെയ്യണം. ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല. നോക്കട്ടെ ഗൈസ്. എനിക്കുള്ള ബാറ്റിംഗ് ആയോ? എനിക്ക് വന്നത് ഷാനു ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാനും ശ്രീയും കൂടെ റിമൈനിങ് ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങും ഗൈസ്. അപ്പോൾ
ഗൈസ് കളി കഴിഞ്ഞു. നമ്മൾ അതിഗംഭീരമായി നമ്മൾ തന്നെ ജയിച്ചു. എല്ലാ കളിയും ഏകദേശം അവർ 2 കളി എന്തോ ജയിച്ചു. ബാക്കി ഏകദേശം ഒരു 6-8 കളി നമ്മൾ തന്നെ ജയിച്ചു. പിന്നെ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഏതോ അഡ്വഞ്ചേഴ്സ് പാർക്കാണ് ഇവിടെ വാഗമൺ തന്നെ ഉള്ളത്. എനിക്കറിയില്ല, ഇവരെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പോകുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് നോക്കട്ടെ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കണ്ടോ. എവരിബഡി ഈസ് ഗോയിങ്. ചെറിയൊരു മഴയ്ക്കൊക്കെ ഒരു കോളുണ്ട്, എന്നാലും നോക്കാം. അപ്പോൾ ഇനി നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ അഡ്വഞ്ചേഴ്സ് പാർക്കിൻ്റെ മുകളിലാണ്. ഇതുവഴി എന്തോ മുകളിലോട്ട് പോകണം. ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ കണ്ടതാണ്. ഇവിടെ ഇത്രയും വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു പോത്ത്. ആ പോത്തിനെ തന്നെ പാർക്ക് ചെയ്തിട്ടേക്കും. ജാതി സൂപ്പർ. അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോട്ടെ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ആക്ച്വലി മറ്റേ ഒരു സ്ലിങ് സംഭവമില്ലേ മറ്റേ, അതൊക്കെ ദൂരം നിന്ന് കാണുമ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയില്ല, ഇതൊക്കെ എന്താ സംഭവം ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കട്ടെ ഗൈസ്. അവരും ഫ്രണ്ടിൽ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു കട കണ്ടുപിടിച്ചു. ഇവിടെയാണ് നമ്മൾ കയറേണ്ട എൻട്രി. ഇവിടെ ടിക്കറ്റ് കാണിച്ച് കയറേണ്ടേ. നമ്മളിവിടെ ഒരു കട കണ്ട് കയറി ഗൈസ്. ഞാനൊരു ചോക്കോബാറാണ് ഗൈസ്. ചോക്കോബാറാണ് മേടിച്ചത്. ഇവിടെ എല്ലാവരും ഓരോന്നും മേടിച്ച് കഴിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് എൻ്റെ മറ്റേ വ്ളോഗിങ് കിറ്റ് ഒന്നും എടുത്തില്ല. സ്റ്റിക്കോ മൈക്കോ ഒന്നും എടുക്കാതെ ഇങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് എത്രത്തോളം വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മളിവിടെ നിന്ന് നേരെ ഈ ഒരു എൻട്രിയിലോട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ നമുക്ക് അതായിട്ട് വീഡിയോ എടുക്കാൻ കഴിച്ചു. ഇത് നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്പാട്ടോ. നമുക്കിത് അവരൊക്കെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് അങ്ങനെ പറയാനും മാത്രം ഒരു സൂപ്പർ സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെറിയത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എന്തായാലും പോട്ടറിയോ ചെറിയൊരു ചെടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയെന്ന് തോന്നും. അല്ലാതെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളെ ബൊട്ടാനിക്കൽ ഗാർഡൻസോ അങ്ങനെയൊക്കെ പോകുന്ന പോലെ ഭയങ്കര രസമൊന്നും അല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. മുകളിൽ കയറി പോകുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പക്ഷേ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയാണ്. നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നൊരു ലാൻഡ്സ്കേപ്പ് അടിപൊളിയല്ലേ ഉണ്ടോ. വ്യൂ ഇസ് നൈസ് ബട്ട് നോട്ട് ലൈക്ക് വാട്ട് വി ഹാവ് എക്സ്പെക്റ്റഡ്. ലൈക്ക് ഞാൻ കുറച്ച് എക്സ്പെക്റ്റേഷൻ ചെയ്തായിരുന്നു. നോക്കാം എന്തായിരുന്നു വെച്ചാൽ. ഇവിടെ എല്ലാവരും ഇതേ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക കണ്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്തത്. ഇനി എനിക്ക് തമ്മേൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അതും കൂടെ എടുത്തിട്ട് ഇവിടെ മറ്റേ താഴെയാണെന്ന് തോന്നുന്നൊരു വാട്ടർ ഷോ സംതിങ്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ. നമ്മൾ നേരത്തെ ഇറങ്ങണോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. പറ്റുവാണെങ്കിൽ നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങനെ നോക്കട്ടെ ഗൈസ്. ഇനി ഫുഡ് കഴിക്കണം രാത്രിയത്തെ. ഇനി കാർഡ്സ് കളിക്കണം. കുറേ പരിപാടീസ് ഉണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ടോ. നല്ല ഗ്രേഡിൻ കളേഴ്സൊക്കെ ആയിട്ട് കൊള്ളാം. ഇപ്പം കയറി ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഇതൊരു എന്താ പറയുക, കറങ്ങി പോവാണ്. ഇത് എങ്ങോട്ടേക്കാണ്, എന്ത് വ്യൂ ആണ് ഒന്നും അറിയില്ല. ബട്ട് ലെറ്റ്സ് ഗോ ഓൺ ദ ടോപ്പ് ആൻഡ് ഫൈൻഡ് വാട്ട്സ് ഓൺ ടോപ്പ്. കറക്റ്റ് ഗൈസ്. ഇന്നെല്ലാം കയറി തീരുമോ തോന്നുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് വ്യൂ കാണാം. അതേ വ്യൂ തന്നെ, കുറച്ച് അപ്പർ വ്യൂവിൽ കിട്ടിയെന്നേ ഉള്ളൂ. അല്ല വേറൊരു എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല ഗൈസ്. ശരി, നമുക്ക് താഴെ പോകാം ഗൈസ്. നമ്മളൊരു വാട്ടർ ഷോ കണ്ടായിരുന്നു. അത് ആക്ച്വലി ഇത് വിത്ത് വോയിസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ലൈക്ക് കോപ്പി റൈറ്റൊക്കെ വരാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതായിരുന്നു പരിപാടി. ആക്ച്വലി അങ്ങോട്ടങ്ങനെ സുഖിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇനി അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വോട്ടെവർ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾ ജസ്റ്റ് നോക്കി, ഫുൾ കോടയാണ്. ലൈക്ക് ഫുൾ ആ ഒരു ഫോക്കെ ആയിട്ട് അടിപൊളിയായി. ഇവിടെ വരുന്ന ആടിക്കൊണ്ടിരിക്കുകയാണ്. ജോബി ഇവിടെ ഉണ്ട്. അതിൽ ശ്രീയും അതുപോലെ ഇജാസൊക്കെ ഇതേ അവിടെയുണ്ട്. സെയിം വിത്ത് എല്ലാവരും സ്കാറ്റേഡാണ്. ഇവിടെ അഖിലും അക്ഷയും ജിജിനുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നല്ല കോടയാണ്, നല്ല തണുപ്പുണ്ട്. വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ കാറിൽ കയറുമ്പോൾ വിചാരിച്ചായിരുന്നു എങ്ങനെ ചൂടോ ഇല്ലായിരിക്കും. പക്ഷേ ഭാഗ്യത്തിന് നല്ല തണുപ്പുണ്ട്.
എത്ര ടെമ്പറേച്ചർ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് വെരി കോൾഡ്. കൊള്ളാം, നല്ലൊരു, എനിക്ക് പൊതുവേ തണുപ്പ് പ്രദേശമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇനി നമ്മൾ മോസ്റ്റ്ലി ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. എനിക്ക് ഫോണൊന്ന് ചാർജ് ഇടണം, പിന്നെ കുറച്ച് ക്ലിപ്സ് എഡിറ്റ് ചെയ്യണം എന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വരെ എന്താണോ ക്ലിപ്സ് അത് മൊത്തം നമ്മൾ പാട്ടുണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്ക് പോകാം, നമ്മുടെ റൂമിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നേരെ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. എനിക്കാണെങ്കിൽ ഫോണിൽ ചാർജും ഇല്ല, 4% ഉള്ളത്. എപ്പോൾ ഡെഡ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഫ്രൈഡ് റൈസ് ഞാൻ മേടിച്ചു. ഇവിടെ ബാക്കിയുള്ളതിൽ ചപ്പാത്തി അങ്ങനെ കുറേ മേടിച്ചു. ഞാൻ ഫുഡ് വരുമ്പോൾ വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ ചാർജും തീരും, വ്ലോഗ് എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത ഫുഡ് വരുമ്പോൾ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ബാക്കി എല്ലാവരും ചിക്കൻ കറി, ഞാനും വാവേ മാത്രം ഫ്രൈഡ് റൈസ്. ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ചാണ്. ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസ്. ഇനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, ഈ ബീഫൊക്കെ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, സോസ് വെച്ചത് ബീഫിൻ്റെ ഗ്രേവി വെച്ച് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് ബാക്കി എടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്ന്, ഇതാണ് നമ്മുടെ നേരത്തെ കാണിച്ചത് പോലെ ഇതാണ് നൈറ്റ് വ്യൂ നമ്മുടെ റിസോർട്ടിൻ്റെ. എന്താ സുമാവ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം. പിന്നെ ഫോൺ ചാർജൊന്നുമില്ല, ഫോൺ ചാർജിന് വയ്ക്കണം. പിന്നെ ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റണമെന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇനി ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ വരുമോ അതൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഞാൻ ഇതൊരു റൂമിൻ്റെ അകം ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അകം. ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഈസ് പ്ലേയിങ് ചീട്ട് കളി. ഇത് ബ്ലഫ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. നമ്മൾ മുമ്പൊക്കെ നമ്മളെല്ലാവരുമായിട്ട് കളിക്കാൻ പോകുമ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ബ്ലഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ കാണിച്ചത്. ഒരു കാണും, ഇതാണ് നമ്മളെ ബ്ലഫ് വിളിച്ച് കളിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ എൻജോയ്മെൻറ്റ്. ആ കൂടെ നമ്മൾ ഈ ചീട്ട് കളിക്കുന്നത് ലൈക്ക് നോർമൽ അങ്ങനത്തെ ചീട്ട് കളിയല്ല, ഇതെന്ത് ഫണ്ണി സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ കളിക്കുന്നത്. അത് നോക്കിയാൽ ബ്ലഫ് വിളിച്ചു, സ്ത്രീക്ക് കാർഡ് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. ഇങ്ങനെ ഓരോ കാർഡ്സ് വെച്ചിട്ട് നമ്മൾ കളിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഈ ഗെയിം വേണ്ടി ഞാൻ വരാൻ കഴിച്ചു. ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഗ്ലിംസ് പോലെ കാണിക്കാൻ വിചാരിച്ചതാണ് ഇങ്ങനെ നമ്മൾ ചീട്ട് കളിക്കുന്നതൊക്കെ. ഓക്കെ, പ്രബല കളി നീ കളി പാസ് കുറച്ചുകൂടെ കളിച്ചിട്ട്. സോ ഗൈസ്, നമ്മുടെ ചീട്ടുകളൊക്കെ കഴിഞ്ഞു, കാർഡൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും താഴെ DJ കിട്ടുകയാണ്, കണ്ടോ? അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോകണം. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. ഓക്കെ, ഗൈസ്, അങ്ങനെ ഈ ഒരു ക്യാമ്പ് ഫയറോടെ വി ആർ എൻഡിങ് ദിസ് വ്ളോഗ്. നമ്മൾ ആദ്യത്തെ ദിവസം ഇത്രയും അടിപൊളിയായി നമ്മൾ അടിച്ച് പൊളിക്കുവാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡേ 1. താങ്ക് ഗോഡ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ചതിന്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഡേ 1. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുബാൻ.